പരാതി എന്ന് പറയുന്നത് അസംബ്ലി നടന്നുകൊണ്ടിരിക്കെ കാലുകൊണ്ട് ചരൽ നീക്കി എന്നാണ് കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞത്, ഫോണിൽ കൂടെ പറഞ്ഞത്. ആ കുറ്റത്തിന്റെ പേരിൽ കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് തന്നെ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചു നോക്കി, ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലത്ത്. ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു, അമ്മയും പരാതി കൊടുത്തിട്ടില്ല, ചികിത്സയിലായിരുന്നു, ഇന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. എന്തായാലും ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വാർത്തയായ സ്ഥിതിക്ക് ഞാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ഫോണിൽ രാവിലെ സംസാരിച്ചു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശിക്ഷ അറിയിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ഒരു നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. ബാക്കി എന്തെല്ലാം നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയും, അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്തിയവരെ സംബന്ധിച്ച് വല്ലാത്ത നിലയിൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. വാനരന്മാർ എന്നുവരെ വിളിച്ചു. ജനാധിപത്യ പ്രക്രിയയിൽ അത് ഒട്ടും യോജിച്ച കാര്യമില്ല. ഒന്ന്, അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം നടത്തിയുള്ള പരിചയക്കുറവിന്റെ പ്രശ്നമാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ. പത്രക്കാർ വന്ന് ഫ്രണ്ട് നിന്നാൽ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ, മാറി നിൽക്കൂ, ഇത് എന്റെ വഴിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ധിക്കാരത്തോടുകൂടിയും അതുപോലെ തന്നെ ഒരു സ്വയം അഹങ്കരിച്ചുമുള്ള പ്രതികരണങ്ങൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒട്ടും യോജിച്ചതില്ല. ഒരിക്കലും അദ്ദേഹം വാനരന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. വോട്ടർ പട്ടികയിലുള്ള പരാതികളെ സംബന്ധിച്ചിടത്തോളം അത് ബന്ധപ്പെട്ട ആധികാരിക സ്ഥാപനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനനേതാക്കന്മാരും ഉയർത്തിയ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. തന്റെ ഭാര്യയ്ക്കും തനിക്കും തന്റെ ബന്ധുക്കൾക്കുമൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ വോട്ട് എങ്ങനെ വന്നു, അവർക്ക് നിരവധി ID കാർഡുകൾ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു അഭിപ്രായം പറയുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാവരും പരക്കയപ്പ് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്, കള്ള വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് ജയിച്ചതെന്നുള്ള കാര്യം എല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം രാജിവെച്ചിട്ട് യഥാർത്ഥ വോട്ടർമാരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ, നടക്കട്ടെ. അതല്ലാതെ കള്ളവോട്ട് കൊണ്ട് ജയിച്ചിട്ട് ഇങ്ങനെ വലിയ മാന്യനായി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന നിലപാടൊന്നും ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. സുരേഷ് ഗോപിയെ വേണമെങ്കിൽ വേറെ പേര് വിളിക്കാം, ഞാൻ പേര് വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 4ാം ക്ലാസ്സിൽ പരിഷ്കരിച്ച പരിസര പഠനം ടീച്ചർ ടെസ്റ്റിന്റെ കരടിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിവരണത്തിൽ ചരിത്രപരമായ ചില പെശകൾ സംഭവിച്ചിട്ടുണ്ട്. അത് കരട് പ്രസിദ്ധീകരിച്ചു.
കാരണം പ്രസിദ്ധീകരിക്കുന്ന സ്വാഭാവികമായിട്ട് കരടിൽ കാണുന്ന തെറ്റുകുറ്റങ്ങൾ പിന്നെ തിരുത്തി ഇറക്കുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്നാലും സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കരടിലാണെങ്കിൽ ഒരു തെറ്റ് വരാൻ വേണ്ടി പാടില്ല. അത് തിരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ഭാഗം തയ്യാറാക്കിയ അധ്യാപകരെ ഇനി പാഠപുസ്തക രചനാ സമിതിയിൽ നിന്നും ഡീബാർ ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പാളുടെ ജോലി ചെയ്താൽ മതി. വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ ആ പിന്നെ ക്ലർക്കന്മാരുടെ ജോലി കൂടെ ചെയ്യണമെന്നുള്ള, പ്രിൻസിപ്പാൾമാർ ചെയ്യണമെന്നുള്ള ആ പിന്നെ ഉത്തരവിൽ അതിൽ പരാതിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ക്ലർക്കന്മാരുടെ ജോലി കൂടി ചെയ്യണമെന്നുള്ളത് അത് റദ്ദ് ചെയ്യും. ഈ 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് എന്തുമാത്രം വിവാദങ്ങൾ, ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വിവാദങ്ങളിലൂടെ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണെങ്കിൽ ലാവ്ലിൻ കേസ് എത്രയോ നാളുകൾ വേട്ടയാടപ്പെട്ടു. യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണന് അവസാന നിലയിൽ ഈ പിന്നെ ഇത്രയും ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കി എടുത്തതിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശയമാണ്. അതിപ്പം തെളിഞ്ഞു കഴിഞ്ഞു. അതൊന്നും ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഒരു കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ല, മറ്റേതെങ്കിലും ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും. നിങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ. ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും സിപിഎമ്മിനെയും സിപിഎമ്മിന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. പിണറായി വിജയനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടത് പിണറായി വിജയനെ ക്ഷീണപ്പെടുത്തിയാൽ പാർട്ടി ക്ഷീണപ്പെടും. അതിലെ ഗോവിന്ദമാഷിനെ ക്ഷീണപ്പെടുത്തിയാൽ പാർട്ടി ക്ഷീണപ്പെടും. ഇതാണ് ഈ ആക്ഷേപം കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഈ ആക്ഷേപം കൊണ്ടുവരുന്ന ഈ ചില മാധ്യമങ്ങൾ തന്നെ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിക്കാത്തെന്താ? അപ്പൊ അത് പക്ഷപാതപരമായി ഒരു സിപിഎം വിരോധം മാത്രമാണ്. ഞങ്ങളിതിലൊന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകും. ജനങ്ങൾ ആ കാര്യങ്ങൾ വിശ്വസിക്കുന്നതിന്റെ തെളിവാണ് ഒന്നാം പിണറായി ഗവൺമെന്റ്, രണ്ടാം പിണറായി ഗവൺമെന്റും. തീർച്ചയായിട്ടും മൂന്നാം പിണറായി ഗവൺമെന്റ് വരുമെന്നുള്ള ചിന്തയുടെയും അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴേ അവര് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രവർത്തനം ആരംഭിച്ചെന്ന് കണ്ടാൽ മതിയാവും. ഇങ്ങനെ ഒരു കത്ത് ബിബിക്ക് മുമ്പിൽ വന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്? അത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഒരു കഥയല്ലല്ലോ. ഒരു കത്ത് യാഥാർത്ഥ്യമാണെന്ന് പാർട്ടി തന്നെ നേരത്തെ സമ്മതിച്ചതാണല്ലോ. അപ്പൊ ഇതിപ്പോ പാർട്ടിക്ക് കൊടുത്തൊരു കത്ത് പുറത്തുപോയി എന്നുള്ളൊരു പരാതിയാണ് വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾ. അപ്പൊ അതിലെന്താണ് മാധ്യമങ്ങൾ ഒരു കഥ പ്രചരിപ്പിക്കുന്നത്? അല്ല, കത്തിന്റെ കാര്യം അത്ര ഗൌരവമുള്ള ഒരു നമ്മുടെ പാർട്ടിക്കകത്ത് ഒരു വർഷക്കാലം പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും എത്രയോ ആയിരക്കണക്കിന് കത്തുകളാണ് വരുന്നത്. അതിൽ ഗൗരവമുള്ള കത്തുണ്ടാവും, പിന്നെ ഗൗരവമില്ലാത്ത കത്തുണ്ടാവും, കള്ളക്കത്തുണ്ടാവും, പേര് വെച്ചെഴുതാത്ത കത്തുണ്ടാവും. അതൊക്കെ ദിവസവും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന പിന്നെ അതിനുള്ള സമയമല്ലേ ഉണ്ടാവുള്ളൂ. പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്ന രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ പാർട്ടി കോൺഗ്രസ് പങ്കെടുപ്പിക്കാതെ തിരിച്ചയച്ചല്ലോ. ഈ കത്തിന്റെ പേരിലാണ് അന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തത്. അപ്പൊ അത് ഗൗരവമുള്ള കത്താണെന്ന് കണ്ടുകൊണ്ടായിരിക്കൂല്ലേ? അല്ല, അത് തന്നെയായിരിക്കും. അത് ഗൗരവമുള്ള കത്ത് പത്രക്കാരല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. കൈകാര്യം ചെയ്യേണ്ടത് പാർട്ടിയാണല്ലോ. പത്രക്കാരൊന്നും കൈകാര്യം ചെയ്തിട്ടില്ലല്ലോ. വാർത്ത എന്ന് വെച്ചാൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കലർത്തി ഉള്ള വാർത്തയാണല്ലോ. അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാല് സിപിഎമ്മിന്റെ പരമോന്നത ബോഡിയാണ് PB. ആ PBയിലെ ഒരു അംഗത്തിന് ഒരാൾ കൊടുത്ത കത്ത് അത് പുറത്തേക്ക് വരിക എന്ന് പറയുന്നതിലൊരു പ്രശ്നമില്ല. അല്ല, അതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അക്കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഇതിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വിശദീകരിക്കും. അത് എന്താണെന്ന് സംബന്ധിച്ച് എനിക്കറിയില്ല. ആ കത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ പിന്നെ പുറത്ത് പോയി എന്ന് സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കും. ഇല്ല, സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പ് ഒരു കത്ത് വന്നിട്ടില്ല.
ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളിൽ എത്രയോ കത്തുകൾ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇവിടെ ഇപ്പോ ഫോണിൽ കൂടെ തന്നെ ഒരു കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാവ് പറഞ്ഞു, ഒരു രക്ഷയില്ല, LDF തന്നെ മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരും, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ചെന്ന് വല്ല മൂലയിൽ ചെന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും അത് ഒരു ദിവസത്തെ ഒരു ചരമക്കുറിപ്പ് വാർത്തയെ കൊടുത്തത് അവസാനിപ്പിച്ചു. ഇതാണ് മാധ്യമങ്ങളുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ. മാറ്റില്ലെങ്കിൽ പിന്നെ അത് പാർട്ടിയാവോ? അതാണെങ്കിൽ തെളിവുണ്ട്. ഞാനും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഏതെങ്കിലും ഒരു ആധികാരിക സമിതി അംഗീകരിക്കപ്പെട്ട തെളിവില്ലല്ലോ. ഇതിപ്പോ നേരിട്ടുള്ള തെളിവല്ലേ. ഈ പാർട്ടി എന്ന് പറഞ്ഞ് പല ആളുകളും അധികാരം വരുന്ന ചുറ്റും കൂടുതലും മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ അവതാരങ്ങളെ കുറിച്ചാണ്. ഈ രാജേഷ് കൃഷ്ണൻ അത്ര അവതാരമാണ്. അങ്ങനെയുള്ള ആളുകൾ ഇനിയുണ്ടോ പാർട്ടിയുടെ ചുറ്റും? അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നത് അല്ലാതെ പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനമൊന്നുമില്ല. അവരിങ്ങനെ അവതാരങ്ങളാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചൊരു സുഹൃത്ത് പരിചയപ്പെടുന്നു, നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും കാര്യത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. അല്ല, ഈ അവതാരങ്ങളൊന്നുമല്ലല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മന്ത്രിമാരെ തീരുമാനിക്കുന്നതും വകുപ്പ് തീരുമാനിക്കുന്നതും ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ. അവതാരങ്ങളായിരിക്കും എന്ന് പറഞ്ഞു നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്ന് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ സ്വയം മതിയാക്കും. അങ്ങനെ ചരിത്രമുണ്ട്. പക്ഷേ ഈ അവതാരം സർക്കാർ പദ്ധതികളിലൊക്കെ ഇടപെട്ടു എന്നുള്ളത് രേഖകളുണ്ട്. ചില ശുചിത്വ സാഗര പദ്ധതി കൊല്ലത്ത് നടപ്പാക്കി കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അതിലൊക്കെ പണം കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരാൾ. എനിക്ക് അത്രയും ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി എനിക്കറിയില്ല. ഒരു ഗവൺമെന്റ് അല്ലേ, നമുക്ക് ഗവൺമെന്റിൽ സ്വാഭാവികമായിട്ടുള്ള വർക്കുകളെല്ലാം കൊടുക്കുന്നത് ഓപ്പൺ ടെൻഡറിലൂടെയാണല്ലോ. ഓപ്പൺ ടെൻഡറിൽ പറയുന്ന നോംസ് അംഗീകരിക്കപ്പെട്ടവർക്ക് വർക്ക് കൊടുക്കാമല്ലോ. പിന്നെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ടെൻഡറിൽ ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാക്കി പാർട്ടി തീരുമാനിക്കുകയും അസാധാരണമായ സംഭവവികാസങ്ങളാണല്ലോ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി. അല്ല, എനിക്ക് ആ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സംബന്ധിച്ചത് പൊളിറ്റ് ബ്യൂറോ പറയേണ്ട കാര്യമാണ്. ഞാൻ കയറി പറഞ്ഞ അവസരം ഞാൻ പാർട്ടി നടപടിക്ക് വിധേയനാണ്. ശരി, അവസാനിപ്പിക്കാം.